ട്രക്കിങ്ങിന് പോയാലോ? ഹായ്, അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് എവർ ട്രക്കിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എൻ്റെ ലൈഫിലെ ആദ്യത്തെ ഒരു ഒഫീഷ്യൽ ട്രക്കിംഗ് എന്നൊക്കെ പറയാം. അതാണ് ഇവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതെവിടേക്കാണെന്ന് വെച്ചാൽ നമ്മുടെ വയനാട്ടിലെ ചെമ്പ്ര പീക്കിലേക്ക്. ഐ എം സോ ഹാപ്പി. അപ്പോൾ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തുകൊണ്ട് അധികം നേരം അവിടെ നിൽക്കേണ്ടി വന്നില്ല. അപ്പോൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പം അവിടുത്തെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ എളുപ്പം കഴിയും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ ട്രക്കിംഗ് പോയിന്റിലേക്ക് നടക്കാം. ഏകദേശം ഒരു 2 കിലോമീറ്റർ ട്രക്കിംഗ് പോയിന്റിലോട്ട് തന്നെ ഉണ്ട്. അവിടെ നിന്നാണ് ശരിക്കും ഒരു 2.5 കിലോമീറ്റർ നമ്മൾ ശരിക്കും മല കയറാൻ പോകുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്ര നമുക്ക് വേണമെങ്കിൽ വണ്ടി വിളിച്ച് പോകാം, അതല്ലെങ്കിൽ നടന്നു പോകാം ഈ ഒരു 2 കിലോമീറ്റർ. പക്ഷെ നടക്കുന്നതാണ് എന്നെ സംബന്ധിച്ച് എപ്പോഴും ബെറ്റർ. നമ്മൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെയാണ് ഈ ഒരു ചെറിയ പാലം, ഒരു വാട്ടർഫോൾസ് സംഭവം, ഒരു സ്ട്രീമൊക്കെ ഒഴുകി പോകുന്നുണ്ട്. നമ്മളിങ്ങനെ തേയിലത്തോട്ടത്തിൽ കൂടെയൊക്കെയാണ് നടക്കുന്നത്. എന്താ രസം. നമ്മളിപ്പോൾ ശരിക്കും 7:22 ആയിട്ടുള്ളൂ. 7:23 ആ സമയത്ത് ഇങ്ങനെ നല്ല തണുപ്പാട്ടോ അവിടെ. തണുപ്പത്ത് ഇങ്ങനെ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ ഇതാ കാണുന്ന മലയാണ്ടാണ് നമ്മൾ കയറാൻ പോകുന്നത്. എൻ്റെ അപ്പുറത്തുനിന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പുറത്തുനിന്ന് അവിടുത്തെ ചേച്ചി പറഞ്ഞായിരുന്നു. ഇതിലൂടെ ഇങ്ങനെയുള്ള യാത്ര നല്ല രസമാണ്. ഞാനിപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ആൾക്കാരൊക്കെ ഇനി പുറകെ നിന്നൊക്കെ വരില്ല. ഞാനൊക്കെ ഫസ്റ്റ് കയറിയേ. നമ്മൾ ഈ മെയിൻ ട്രക്കിംഗ് പോയിന്റിലേക്ക് എത്തുന്നതിന് മുമ്പ് നല്ല റോഡാണ് കേട്ടോ. അത്യാവശ്യം നല്ല റോഡൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഈ സൈഡിൽ ഇങ്ങനെ നിറയെ താഴെ എനിക്ക് തോന്നുന്നു ഈ വയനാടിൻ്റെ ഒരു ഏതോ ഭാഗങ്ങളാണ്, ടൗൺഷിപ്പാണ്. ഇങ്ങനെ നല്ല താഴ്വരയായിട്ടും പിന്നെ അക്കരെ നല്ല മലകളും ഒക്കെ ആയിട്ട് കാണാം. അത് നല്ലൊരു വ്യൂ ആണ് കേട്ടോ. പോകുന്ന വഴി ശരിക്കും നടന്നു പോകണമെങ്കിൽ നമുക്ക് കുറേ കാഴ്ചകളിലൂടെയൊക്കെ കണ്ടിട്ട് നടന്ന് മെയിൻ ട്രക്കിംഗ് പോയിന്റ് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ വരെ എത്താം. അവിടെ ഒരു പോകുന്ന വഴിക്ക് മൊത്തം തേയിലത്തോട്ടങ്ങളാണ്. ഒരു സൈഡ് മൊത്തം തേയിലത്തോട്ടങ്ങൾ, ഈ സൈഡിലും ഉണ്ട്. പക്ഷേ ഇവിടെ അതിനേക്കാളും കാപ്പിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ താഴെ നല്ല ആഴത്തിൽ അവിടെ ടൗണും കാര്യങ്ങളൊക്കെ കാണാം. ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ കുറേ ജീപ്പുകൾ ഇങ്ങനെ പോയിണ്ടായി. അത് മറ്റേ തേയിലത്തോട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ജീപ്പാണ്. അതിങ്ങനെ കുറേ സ്ത്രീകളും അവിടെ വർക്ക് ചെയ്യുന്ന അവരുടെ കുറേ ഉപകരണങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടക്കാൻ, അത് ഏർലി മോർണിംഗിൽ ഇങ്ങനെ നടക്കാൻ, ഇവിടുത്തെ കാലാവസ്ഥ എല്ലാം കൂടെ കൂടിയിട്ട് ഭയങ്കര രസമാണ്. ഭയങ്കര അടിപൊളിയാണ്. എന്ത് രസം, എന്തൊരു എക്സ്പീരിയൻസ് ആണെന്നറിയാം. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഇതേപോലെ കുറേ ചെടികളും പൂക്കളൊക്കെ കാണാം കേട്ടോ. ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് വീണ്ടും നമ്മുടെ യാത്ര. അങ്ങ് അകലെ ആ മലനിരകളൊക്കെ ഇങ്ങനെ കാണാം. അതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷം. അപ്പോൾ നമ്മൾ യാത്രകൾ വീണ്ടും തുടരുകയാണ്. 2 കിലോമീറ്റർ നടക്കാണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നടക്കാനൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ നടന്ന് തന്നെ പോവാം. അവിടെ നിന്ന് നടന്ന് കുറേ ഇങ്ങ് എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വ്യൂ കിട്ടുന്ന വേറൊരു സ്ഥലമെത്തി. അത് ഇവിടെ ഇങ്ങനെ താഴ്വാരത്തിൽ ഇങ്ങനെ ഈ ഒരു തേയിലത്തോട്ടവും പിന്നെ അവിടെ കുറേ മലനിരകളും പിന്നെ ഏതോ ടൗണൊക്കെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കാണാം. പിന്നെ അതിൻ്റെ അക്കരെ മലനിരകൾ. എന്തായാലും മോർണിംഗിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ ഭയങ്കര രസമാണ്. എന്താണെന്ന് അറിയത്തില്ല, എന്തോ സന്തോഷം, ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പി. അയ്യോ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും ഒരു 2 കിലോമീറ്റർ നടന്ന്, ഇനിയിപ്പോൾ 2 കിലോമീറ്റർ ഉണ്ടാവില്ല, ഒരു 1 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. ഓൾമോസ്റ്റ് ഒരു 1 കിലോമീറ്ററോളം ഞാൻ നടന്നു. ഇപ്പോൾ ഒരു മേ ബി ഒരു 1 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് മെയിൻ ട്രക്കിംഗ് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ പോയിന്റിലോട്ട് എത്തും. അപ്പോൾ കുറേ പേരൊക്കെ വണ്ടിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് രസം, നല്ല തണുപ്പും നല്ല വായുവും ഒക്കെ കൊണ്ടിട്ട് ആ ഒരു മലനിരകളിലൊക്കെയാണെന്ന് തോന്നുന്നു കയറാൻ പോകുന്നത്. വഴി ഇങ്ങനെ നീണ്ടു നിവർന്ന് അങ്ങോട്ട് കിടക്കുക. കുറച്ച് ഇവിടം വരെ ഇങ്ങനെ നടന്നിട്ട് തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോഴുള്ള വ്യൂ ഉണ്ടോ, എന്താ രസം. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. കുറേ കൂടെ നടന്ന് ഇങ്ങനെ എത്തിയപ്പോഴത്തേക്കും നമുക്കിവിടെ കുറേ തേയില നൽകുന്ന ചേച്ചിമാരെ കണ്ടു. അവരവിടെ പണി രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. നമ്മളും നമ്മുടെ പണിയല്ല, നമ്മുടെ യാത്ര രാവിലെ തുടങ്ങി.
ഇത് കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച സ്കൂളായിരിക്കും. സ്കൂളല്ല കേട്ടോ, ഇതിവിടെ പണിയെടുക്കുന്ന ആൾക്കാരുടെ വീടാണ്. വീണ്ടും നമ്മൾ തച്ചമ്പ്ര മസ്ജിദൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെ ആയിരിക്കും പള്ളി. അപ്പോൾ വീണ്ടും നമ്മുടെ നടത്തം തുടങ്ങുകയായി. നല്ല രസം, അടിപൊളി. നമ്മൾ ഈ വഴി ഇങ്ങനെ നടന്നു പോകുമ്പോഴേ എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും ഒരു രക്ഷയില്ലാത്ത വ്യൂ. എന്താ രസം, കണ്ണിനൊക്കെ ഇങ്ങനെ കുളിർമ. എൻ്റെ നാട്ടിൽ നിന്നൊക്കെ വന്ന് ഇതൊക്കെ കാണുമ്പോൾ തേയിലത്തോട്ടം മലനിരകൾ കാണുമ്പോൾ എന്തൊരു രസമാണെന്നറിയോ. എങ്ങോട്ട് നോക്കിയാലും അപാര വ്യൂവും അടിപൊളി തന്നെ കേട്ടോ. ഭയങ്കര രസമായിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഭയങ്കര രസമായിട്ട് ഇങ്ങനെ എല്ലാം കണ്ട് ഇങ്ങനെ പോവാം. ഈ പൂക്കളുണ്ടോ, ഷെജാതി ലുക്കായി കാണാനായിട്ട് എന്ത് ഭംഗിയാന്ന് നോക്കണേ, ഒരു രക്ഷയില്ല. എൻ്റെ അമ്മയെങ്ങനെ ഇതങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇതിന്നൊരു തൈ ഇല്ലാണ്ട് അതിനൊരു കമ്പെങ്കിലും ഇല്ലാണ്ട് അമ്മ തിരിച്ച് വീട്ടിലോട്ട് പോയില്ല. എന്താ രസം. പിന്നും കുറേ നടക്കുമ്പോൾ ഒരു കയറ്റോ കയറി വരുമ്പോൾ ഒരു പാലമുണ്ട്. മഴ സമയത്താണെങ്കിൽ അവിടെയൊക്കെ നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ ഇതൊക്കെ കാണാം. ഇവിടെ വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ താഴേക്ക്. നമ്മൾ അവിടെ നിന്ന് വരുമ്പോഴേ ഇവിടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്ന ആ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കാം. അങ്ങനെ അതും കഴിഞ്ഞ് വീണ്ടും നമ്മൾ വളഞ്ഞു തിരിഞ്ഞ് തേയിലക്കാടുകളും കുറേ വനങ്ങളും ഒക്കെ ആയിട്ടുള്ള ഈ ഒരു സുന്ദരമായ സ്ഥലത്ത് കൂടെ വീണ്ടും നടന്നു പോവുകയാണ്. ഈ കുറച്ച് വെള്ളം കുടിച്ചിട്ടാണ് കേട്ടോ. ഇത് അവിടെ നിന്ന് തന്നെ പോയിട്ടില്ല, തിരിച്ചവിടെ തന്നെ കൊടുക്കണം തിന്നുമ്പോൾ. കാരണം നമുക്ക് പ്ലാസ്റ്റിക് ഒന്നും അലൗഡല്ല. നല്ല ശുദ്ധപ്പെടാ പാനി. നമ്മളിങ്ങനെ വീണ്ടും നടന്ന് കുറേ വരുമ്പോഴത്തേക്ക് അല്ലേ ഇവിടെ കുറച്ച് നല്ല വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമുണ്ടേ, ഒരു വളവൊക്കെയാണ്. അവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ. അവിടെ ഒരു ചെറിയ വീടോ ഫാക്ടറിയോ അങ്ങനെ എന്തോ ആണ്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ താഴ്വാരം മൊത്തം നമുക്ക് ഒരു നല്ല രീതിയിൽ ഇങ്ങനെ കണ്ട് വീണ്ടും നമ്മൾ മുകളിലേക്ക് നടക്കുകയാണ്. എൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയ കുറച്ച് പേരൊക്കെ ഇപ്പം അങ്ങ് എത്തിയിട്ടുണ്ടാവും. ഞാൻ കുറച്ച് കുറച്ച് ലോയാ. ലോസ്റ്റും ആണ് ഇവിടെ. ഇപ്പോൾ ചൂട് ജസ്റ്റാന്ന് വന്നു, വെയിൽ വന്നു. ഇതിങ്ങനെ കോട്ടം കുരി കളഞ്ഞു, അല്ലെങ്കിൽ അവിടെ എത്തുമ്പോഴത്തേക്കും വിയർത്ത് ഒരു പരുവാകും. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോഴത്തേക്കുള്ള വ്യൂ ഇവിടെയാണെങ്കിൽ എവിടെ നോക്കിയാലും അടിപൊളി വ്യൂ. എനിക്കിങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഞാൻ ഫുള്ളാക്കും. അമ്മാതിരി വ്യൂ ഇതിപ്പോൾ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് കേട്ടോ ശരിക്കും ട്രെക്ക് പോയിന്റ്. നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് നമ്മൾ അവിടുത്തെ ടിക്കറ്റ് ഇവിടെ കാണിക്കുക. ശേഷം ഈ വഴി കൂടെ ഒഫീഷ്യൽ ട്രക്കിംഗ്, ശരിക്കുള്ള ട്രക്കിംഗ് ഇവിടെ നിന്നാണ്. ഇനി 2.5 കിലോമീറ്റർ നമുക്ക് മല കയറാനുള്ളത്. ഒന്ന് ടിക്കറ്റ് എടുത്തപ്പോഴത്തേക്കും നമ്മുടെ കയ്യിലുള്ള ഒരു തരത്തിലുള്ള പ്ലാസ്റ്റിക്കും, അത് ബിസ്ക്കറ്റ് ആയിക്കോട്ടെ, എന്തെങ്കിലും നമ്മൾ കഴിക്കുന്ന സ്നാക്സ് കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരു പ്ലാസ്റ്റിക്കും നമുക്ക് ഇങ്ങോട്ട് ഉള്ളിലേക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഇരുന്ന ബിസ്ക്കറ്റ് മുട്ടായൊക്കെ അവിടെ മേടിച്ച് വെച്ചു. ബിസ്ക്കറ്റൊക്കെ അത് പൊട്ടിച്ചിട്ട് ഒരു പേപ്പറിനകത്ത് പൊതിഞ്ഞിട്ടാണ് ഇപ്പോൾ കൊണ്ടുപോകാം. അപ്പോൾ ഈവൻ നമുക്ക് എന്തെങ്കിലും വിശക്കുകയാണെങ്കിൽ അതിൽ ടിന്നിലോ ഒക്കെ മറ്റേ ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ മുകളിൽ കൊണ്ടുപോയി കഴിക്കാം, വിശക്കുവാണെങ്കിൽ. കാരണം വിശക്കുമല്ലോ, നമ്മൾ മലയല്ല കയറുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ അബദ്ധം പറ്റി. എന്തായാലും അതൊക്കെ സോൾവായി. വീണ്ടും നമ്മൾ നമ്മുടെ ശരിക്കും ട്രെക്ക് പാതയിലൂടെ യാത്ര തുടങ്ങും. ഇവിടുന്ന് കുറച്ച് നിരപ്പുള്ള പാതയാണ്. ഇവിടെ നിന്ന് ആ വളവ് കഴിയുമ്പോൾ വീണ്ടും അപ്പ് ഹിൽ നമ്മൾ മുകളിലേക്ക് വീണ്ടും കയറി തുടങ്ങും. എനിവേ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഞാൻ അപ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടേ. ഇനി നമ്മൾ കുറച്ച് വരുന്നത് ഈ മരങ്ങൾ തിങ്ങി പാർക്കുന്ന ഈ ഒരു കാടിലൂടെയാണ്. കുറച്ച് മുമ്പ് വരെ നമ്മൾ അവിടെ നിന്ന് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ മരങ്ങളുടെ ഇടയിലേക്ക് കയറി. ഇനി എനിക്കാണ് കുറച്ച് ദൂരമൊക്കെ മരങ്ങളുടെ ഇടയിൽ ഇങ്ങനെ നല്ല തണുപ്പുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ കിളികളുടെയും ഓരോരോ ശബ്ദങ്ങളൊക്കെ കേട്ടിട്ട് ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകാൻ തന്നെ ഒരു രസമാണ്. അങ്ങനെ ശരിക്കും നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു.
ഇപ്പോൾ കാണിച്ച ആ ഒരു എൻട്രൻസ് പോയിന്റിൽ നിന്നാണ് ശരിക്കും ട്രക്ക് തുടങ്ങുന്നത്. അപ്പോൾ അവിടെയും ചെറിയ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്നും പ്ലാസ്റ്റിക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പിടിക്കും. പിന്നെ നമുക്ക് ഉപകാരമായിട്ടുള്ള കാര്യം ഈ ഊന്നുവടി, ഇത് നമുക്ക് അവിടെ എടുക്കാം. അവിടെ നിന്ന് കുറേ വടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വടിയെടുത്തിട്ട് ഒരു സപ്പോർട്ട്. അപ്പോൾ ഈ സപ്പോർട്ടിന് ഞാൻ അവിടെ നിന്ന് ഒരു വടിയൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ മല കയറ്റം ആരംഭിച്ചിരിക്കുന്നു. നല്ല നല്ല കുത്തനുള്ളൊരു കയറ്റം ഉണ്ടായിരുന്നു. അത് കയറിയപ്പോഴത്തേക്ക് മനസ്സിലായി സ്റ്റാമിനയൊക്കെ വളരെ കുറവാണ്. നല്ല സ്റ്റാമിന ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ചില സ്ഥലങ്ങൾ നല്ല ഡീപ്പാണ്, അവിടെയൊക്കെ കയറാനായിട്ട് നല്ല പാടുവാണ്. പക്ഷേ നല്ല കാലാവസ്ഥയും ഒക്കെ ആയതുകൊണ്ട് വേറൊരു ഫീൽ. ഇനി മല അങ്ങനെ കിടക്കാം കുത്തനെ, എന്താ രസം, രക്ഷയില്ല കേട്ടോ. ഇപ്പം കാണിച്ചു തരാം. ഈ മല ഇങ്ങനെ കയറി കുത്തനെ കിടക്കുക. ചിലപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത്ര ഇതാണെന്ന് തോന്നില്ല, പക്ഷെ നല്ല കുത്തനെയാണ് കിടക്കുന്നത്. ഇതിന് ഏതെങ്കിലും മൊട്ടക്കുന്നിൻ്റെ മുകളിലാണ് ചെന്ന് തീരും. കുറച്ച് ആൾക്കാരേ ഉള്ളൂ കേട്ടോ, വളരെ കുറവാണ്. അവിടെ ഒരു ചെറിയ റെസ്റ്റിംഗ് പോയിൻ്റ് ഉണ്ട്. പിന്നെ അവിടെ ഒരു ഫോറസ്റ്റ് ഗാർഡൻ നിൽപ്പുണ്ട്. അപ്പോൾ അവർ നമുക്കിങ്ങനെ വഴികളും പിന്നെ എവിടെ വെള്ളം കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അതും കഴിഞ്ഞ് അവിടെ ഒരു ചെറിയ വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. ഇതാണ് അവിടെ നിന്നുള്ള വ്യൂ. അവിടെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ റെസ്റ്റൊക്കെ ചെയ്തിട്ട് വീണ്ടും നമുക്ക് ട്രക്ക്. നമ്മൾ റെസ്റ്റൊന്നും ചെയ്യുന്നില്ല, നമുക്ക് നേരെ മുകളിലോട്ട് പോകണം. അപ്പോൾ ഇനിയുള്ള കാട് ഇങ്ങനെ രണ്ട് ചുറ്റിനും ഈ ഒരു പുല്ല് ഇങ്ങനെ വളർന്നു നിൽപ്പുണ്ട്. അപ്പോൾ ആ വളർന്നു നിൽക്കുന്ന പുല്ലിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ മുകളിലേക്ക് കയറി പോകണം. നമ്മളിവിടെ ഈ ഒരു പാതയിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കാണുന്ന വ്യൂസ് മൊത്തം ഇതാണ് കേട്ടോ. നമ്മൾ എത്ര അടി ഹൈറ്റിലായിരിക്കുമല്ലോ. ഇപ്പോൾ ഈ മുട്ടക്കൊന്ന് ഇങ്ങനെ പുല്ല് വളർന്നതുകൊണ്ട് നമുക്കിവിടെ നല്ല എല്ലാ കാഴ്ചയിലും കാണാം. എനിക്കൊണ്ട് നമ്മളിതോ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് തോന്നുന്നു. കറക്റ്റ് അറിയാൻ മേല, അവിടെ നിന്നായിരിക്കണം. അതുപോലത്തെ ഒരു സ്ഥലം. അപ്പോൾ നമുക്കിനി വീണ്ടും മുകളിലേക്ക് തന്നെ പോവാം. ഇവിടെ കുറച്ച് സ്ലിപ്പറിയാണ് കേട്ടോ, വെള്ളമൊക്കെ വന്നിട്ടേ ഇത് സ്ലിപ്പറിയാണ്, നല്ലപോലെ തെറ്റാൻ ചാൻസ് ഉണ്ട്. നല്ലപോലെ വിയർത്തു, അതുപോലത്തെ വഴിയാ. വരുന്ന വഴിക്കൊക്കെ ഓരോരുത്തർ കഷ്ടപ്പെടുന്നുണ്ട് കയറാനായിട്ട്. കുറച്ച് പ്രായം ചെന്നവർക്ക് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങ് മുകളിൽ ചെല്ലുമ്പോൾ അവിടെ എന്തോ വെള്ളം കിട്ടും. അപ്പോൾ അവിടെ നിന്ന് വെള്ളമൊക്കെ റീഫിൽ ചെയ്തിട്ട് വേണം പോകാൻ. വെള്ളം കൊണ്ട് കയറിയില്ലെങ്കിൽ പണി കിട്ടും. ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. വിയർത്തിട്ട് അതിൻ്റെ കളറൊക്കെ പോയല്ലോ. നല്ല കാറ്റടിക്കുമ്പോൾ ഒരു സുഖം. വെയിലുണ്ടെന്നേ ഉള്ളൂ, വെയിലിൻ്റെ ആ ഒരു ചൂട് മാത്രമേ ഉള്ളൂ, അല്ലാതെ നല്ല തണുപ്പാ. ഇത്ര കയറ്റം കയറി വന്നിട്ട് തളർന്നിട്ട് ഈ വെള്ളം കുടിക്കുമ്പോൾ എന്താ ഒരു സുഖം എന്നറിയാം. ഇപ്പോഴാണ് വെള്ളത്തിൻ്റെയൊക്കെ ആ ഒരു വാല്യം മനസ്സിലാവുന്നത്. നമ്മളിങ്ങനെ കയറി ചെല്ലുന്ന കയറി കുറേ മുകളിൽ വരുമ്പോഴത്തേക്കും ഇതേപോലെ കുറേ വെള്ളം ഇങ്ങനെ വരുന്ന കുറേ സ്ട്രീമുകളുണ്ട്. അപ്പോൾ അവിടെ കുടിവെള്ളമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് കുടിവെള്ളം, നേരത്തെ ചേട്ടൻ പറഞ്ഞ കുടിവെള്ളം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വാട്ടർ ഫില്ല് ചെയ്യാം നമ്മുടെ കുപ്പിയിലെ. ആ ഒരു ചെറിയ സ്ട്രീമിൽ നിന്ന് നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ.
അവിടെ നമ്മൾ വാട്ടർ ബോട്ടിൽ ഇത് അവിടെ നിന്ന് കിട്ടിയ വാട്ടർ ബോട്ടിലാട്ടോ. അത് തിരിച്ച് നമ്മളവിടെ ചെല്ലുമ്പോൾ കൊടുക്കണം. അതിലിങ്ങനെ വാട്ടർ ഫിൽ ചെയ്ത് വീണ്ടും നമ്മുടെ മല കയറ്റം. അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ വരുന്ന നമ്മൾ മൊട്ടക്കുന്നുകളാണ് കേട്ടോ. ഇവിടെ കുറച്ചുകൂടെ വ്യൂസ് ഇങ്ങനെ നമുക്ക് കുറച്ചുകൂടെ നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട്. പുറകിൽ കണ്ടോ ഏതൊക്കെ വലിയ വലിയ മലകൾ, നല്ല കാറ്റും നല്ല അടിപൊളി കാലാവസ്ഥ. എന്താ പറയാ, വേറെ വൈബ്, അടിപൊളി. അപ്പോൾ നമ്മള് ഇതോ ആ പുറകില് അല്ല ഫ്രണ്ടില് അവിടെ കുറേ വലിയ മലകൾ കാണാം. എനിക്ക് തോന്നുന്നു ഇനി നമ്മൾ അതായിരിക്കും ചിലപ്പോൾ കയറണേ. കാരണം നമ്മുടെ ഇവിടെ ഗൈഡ് നമുക്ക് ഒരു പേഴ്സണൽ ഗൈഡോ അങ്ങനെ ഒന്നുമില്ല. ഓരോ പോയിന്റിൽ ഗൈഡന്മാരുണ്ട്. ഗൈഡന്മാർ മീൻസ് ഇവിടുത്തെ വാച്ചർമാരുണ്ട്. അപ്പോൾ അവർ നമുക്കിങ്ങനെ പറഞ്ഞു തരും, ഒരു കാര്യങ്ങൾ പറഞ്ഞു തരും. നേരെ പോവാം, ഈ വഴിയാണ് പോകണ്ടേ. പിന്നെ ഇവിടെ ഒരൊറ്റ വഴിയേ ഉള്ളൂ അങ്ങോട്ട് പോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ വഴിയൊന്നും തെറ്റാനുള്ള ചാൻസ് ഒന്നുമില്ല. ഒരൊറ്റ വഴി ഉള്ളതുകൊണ്ട് നമുക്ക് ആ വഴി അങ്ങ് പോയാൽ മാത്രം മതി. നമ്മൾ ആ കയറ്റമൊക്കെ കയറി ഇങ്ങനെ നിരപ്പായൊരു പ്രദേശം. എൻ്റെ പൊന്നോ, ഇവിടുത്തെ വ്യൂ. ഇത് ആൾക്കാർ പോകുന്നുണ്ടോ? അതുവഴി കേട്ടോ, ആ കുന്നിൻ്റെ മണ്ടയിലാണ് ഞങ്ങൾ പോകണ്ടേ. ഇത് ആൾക്കാർ പോകുന്ന ഇപ്പം കാണിച്ചു തരാം. ഇതാ കണ്ടോ, കുനുകുന ആൾക്കാർ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. ഇതാണ് നമുക്ക് പോകേണ്ട മല. അവിടെ എവിടെയാണ് ആ ഹാർട്ട് ഷേപ്പിലെ ലേക്കും വരുന്നത്. ഇനിയുള്ള എൻ്റെ യാത്ര ഇത്തരം ഇങ്ങനെ മൊട്ടക്കുന്നുകൾ താണ്ടിയിട്ടുള്ള ടറയിലൂടെയാണ്. നിറയെ മൊട്ടക്കുന്നുകൾ. അവിടെ ഒരു ഫോറസ്റ്റ് വാച്ചറൊക്കെ ഇരിപ്പുണ്ട്. നല്ല രസമായിരിക്കും പുള്ളിയുടെ ജോലി. അവിടെ ഇങ്ങനെ ഇരിക്കുക, കാഴ്ചകളൊക്കെ കാണുക, നല്ല കാറ്റൊക്കെ കൊള്ളുക, വരുന്നവർക്ക് വഴി പറഞ്ഞു കൊടുക്കുക. പിന്നെ വഴി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഇവിടെ ഒരൊറ്റ വഴി ഉള്ളതുകൊണ്ട് ആ വഴി നേരെ അങ്ങ് നടന്നു പോയാൽ മാത്രം മതി. എൻ്റെ നിഴൽ ആ കുന്നിൻ്റെ മുകളിലാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. ഇതാണോ ഹാർട്ട് ഷേപ്പ് തടാകം? ഇവിടെ ഒരു ലേക്ക് കാണുന്നുണ്ട്. ഇതാണോ എന്തോ ഹാർട്ട് ഷേപ്പ്? ഇതാണെങ്കിൽ ഒരു വെള്ളമില്ല. ഇവിടെ ഒരു ലേക്കുണ്ട്, പക്ഷെ ഇതല്ല കേട്ടോ. ലേക്ക് മുകളിലാണ്. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഇതായിരിക്കും ലേക്കെന്ന്. എൻ്റെ ഹാർട്ട് ഷേപ്പ് ഒന്നും തോന്നല്ല. അപ്പോൾ ചെറിയ സംശയം കൊണ്ട് ഗാഡിനോട് ചോദിച്ചത്. പുള്ളി പറഞ്ഞ ഇതല്ല മുകളിലാത്രേ. ഇനി നമ്മൾ നടക്കാൻ പോകുന്നത് ഇതുപോലത്തെ വഴിയിലൂടെ ഈ മുട്ടക്കുന്ന് കയറി മുകളിലേക്ക് ഇങ്ങനെ കയറി ഇവിടെ എത്തി. ഇവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് കുറേ പേരൊക്കെ കയറിപ്പോയി. നമ്മളിങ്ങനെ പെരിയ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഓൾമോസ്റ്റ് കുറേ ടൗൺഷിപ്പുകൾ കാണാം താഴെ. ഏതൊക്കെ ഭാഗമാണെന്ന് മാത്രം അറിയില്ല. അവിടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടുത്തെ ചോദിച്ചൊന്നുമില്ല. വഴി മാത്രം ചോദിച്ചോളൂ. നേരെ പോയാൽ മതിയെന്നും പറയുകയും ചെയ്തു. ഇതിനാ വഴി വെച്ചെന്നറിയില്ല, വെറുതെ രസത്തിന് ചോദിച്ചതാണ്. കാരണം അവിടെ ഒറ്റ വഴിയല്ലേ ഉള്ളൂ. ഇനിയും നമ്മൾ എങ്ങും എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇത് അവിടെ ഒരു ചേട്ടൻ ഇരിപ്പുണ്ട്, ഒരു കോച്ചർ ഇരിപ്പുണ്ട്. സോ പുള്ളിയെടുത്ത് ചോദിക്കാം ഇനി എത്ര ദൂരമുണ്ടെന്ന്. നമ്മുടെ ഹാർട്ട് ഷേപ്പ് തടാകം. വെള്ളം ഉണ്ടോ? ഞാൻ നിങ്ങൾ ചിന്തിക്കുകയാണ്, ഇത്ര ഹൈറ്റിൽ എങ്ങനെ ഇവിടെ വെള്ളം ഉണ്ടാവുക? സമ്മതിക്കണം. ഈ ഒരു വലിയ മലേൻ്റെ താഴ്ഭാഗത്താണ് നമ്മുടെ ഫേമസ് ആയ ഹാർട്ട് ഷേപ്പ് തടാകം സ്ഥിതി ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, ശരിക്കും ഇതിനൊരു ഹാർട്ട് ഷേപ്പ് ഉണ്ട് കേട്ടോ, വിചാരിച്ചതുപോലെ അല്ല കേട്ടോ. എന്നാലും ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഇത്രയും വലിയ മലയുടെ മകളിലെ ഇങ്ങനെ ഒരു തടാകം, അവിടെ കുറേ വെള്ളം, ഒരു വലിയ ജലാശയമാണ് കേട്ടോ. അതെങ്ങനെ പോസിബിൾ? ദാറ്റ് ഈസ് നേച്ചർ അല്ലേ?
ഇതല്ലേ പ്രകൃതിയുടെ വികൃതികൾ. ഇവിടെ ഒരു മല, ഇവിടെ നമ്മുടെ ഹാർട്ട് ഷേപ്പ് തടാകം. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇതും കൂടെ കയറാൻ പറ്റിയിരുന്നെങ്കിൽ അതിങ്ങനെ കയറി അതുവഴി പോയി ആ മലയും കൂടെ കയറിയിട്ട് ഇറങ്ങണം. പക്ഷെ അവർ കയറ്റി വിടില്ല. എല്ലാവരും കയറിപ്പോയിരുന്നു. പക്ഷെ കയറിപ്പോകാനൊക്കെ പറ്റും, എളുപ്പമുള്ള മലയാണ്. അപ്പം നമ്മുടെ ഹാർട്ട് ഷേപ്പ് ലേക്കിൻ്റെ ശരിക്കും വ്യൂ കിട്ടുന്നത് ഇവിടെ നിൽക്കുമ്പോഴാണ്. കണ്ടോ, ലവ് ഷേപ്പ് ഉണ്ടോ? ഇതാണ് ഹാർട്ട് ഷേപ്പ്. ഈ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ ലേക്കിൻ്റെ ചുറ്റിലും കൂടെ നമുക്ക് നടക്കാൻ പറ്റുമേ. ഇതിനെ ചുറ്റിയിട്ട് ഇങ്ങനെ നടന്ന് നമുക്ക് തിരിച്ച് മല ഇറങ്ങാം. ഇത്രേ ഉള്ളൂ ഇവിടെ കാണാം. നമ്മളിങ്ങനെ ഒരു മലയൊക്കെ കയറി വരുന്നത് ഈ ഒരു ഹാർട്ട് ഷേപ്പിലെ വ്യൂ കണ്ടിട്ട്. വ്യൂ മീൻസ് ഇവിടുത്തെ വ്യൂസൊക്കെ അടിപൊളിയാണ്. നാല് പാടും മലകളും, പിന്നെ വയനാടിൻ്റെ കൽപ്പറ്റ ആ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ മേപ്പാടി ഭാഗങ്ങൾ കാണാൻ പറ്റും. അങ്ങനെ കുറേ ഭാഗങ്ങൾ ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇവിടെയൊക്കെ നല്ല ആനശല്യം ഉള്ളതാണ്. കണ്ടോ, ഇവിടെയൊക്കെ നല്ല ആനപ്പിണ്ണം കിടക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ മൊത്തം ആന വന്നിട്ട് ഒക്കെ ഈ കാടൊക്കെ മൊത്തം ഇങ്ങനെ പറിച്ച് കഴിച്ചിട്ടേ ഇവിടെ ഇങ്ങനെ നിന്നിട്ടുള്ള സ്ഥലമാണ്. ഓക്കെ, ഇവിടെ ആനപ്പിണ്ടം, അവിടെ ആനപ്പിണ്ടം, ഇവിടെയൊക്കെ മൊത്തം ആനപ്പിണ്ടം കേട്ടോ. ഈ കാടൊക്കെ ഇങ്ങനെ അടിച്ച് നശിപ്പിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആനയുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. ഈ നടന്നു വരുമ്പോഴേ ഇവിടെ മൊത്തം കണ്ടോ, ആന വന്നിട്ട് ഈ പുല്ലൊക്കെ കഴിച്ചിട്ട് ഇവിടെ മൊത്തം ആനപ്പിണ്ടം കേട്ടോ. ആ സമയത്തൊക്കെ വന്നാൽ എന്ത് രസമായിരിക്കുമല്ലേ കാണാൻ. ഇതിൽ ഒരാനയല്ല, ഒരു കൂട്ടം ആനകളുണ്ടെന്നുള്ള ഒരു ഉറപ്പ്. എന്നാലും അത് പഴയതാണ്, ഒരു അത്യാവശ്യം ഉണങ്ങിയ ആനപ്പിണ്ട. അപ്പോൾ നമ്മളിങ്ങനെ ഹാർട്ട് ഷേപ്പ് തടാകം അവിടെ നമ്മളിതാ ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ചുറ്റിനും ഇങ്ങനെ നടന്ന് അങ്ങനെ നമുക്ക് അതുവഴി അങ്ങനെ ഈ ഒരു റൗണ്ട് അടിച്ച് നമുക്ക് തിരിച്ച് മലയിറങ്ങാം. ഇവിടെ മൊത്തവും പുല്ലാണ് കേട്ടോ. ഞാൻ വന്ന വഴി മാറിപ്പോയോ എന്നൊരു സംശയം. യെസ്, കുഴപ്പമില്ല, നമുക്ക് ഇതുവഴി അങ്ങ് കട്ട് ചെയ്ത് ഇറങ്ങാം. ആ മലയൊക്കെ നോക്കി എന്ത് രസമാണ് കാണാൻ. അതൊക്കെ കയറാൻ പറ്റിയിരുന്നെങ്കിൽ. കാണുന്നൊരു മല ഉണ്ടോ, സൂപ്പർ ഒരു മല. അതൊക്കെ കയറാൻ പറ്റിയിരുന്നു, അതൊക്കെ കയറണം. എന്താ രസമായിരിക്കും. എൻ്റെ മണ്ടയിലൊക്കെ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാഴ്ചകൾ അടിപൊളിയായിരിക്കും. ഫൈനലി ഐ ഫിനിഷ് മൈ ഫസ്റ്റ് എവർ ട്രെക്ക്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ നടന്നു. പിന്നെ ഫൈനലി നമ്മുടെ ദ ഹാർട്ട് ഷേപ്പ് ലേക്കും കണ്ടു തിരിച്ച് പോവുകയാണ്. തിരിച്ചിനി മലയിറക്കാം. ഇപ്പോൾ ഞാൻ തിരിച്ച് മലയിറങ്ങുവാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇവിടെ കാണാനാണെങ്കിൽ എങ്ങോട്ട് നോക്കിയാലും വ്യൂ ആണ്. 360 ഡിഗ്രിയിൽ. ഇവിടെ ഈ മലേൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ചെമ്പ്രാപ്പിക്കിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് വയനാടിൻ്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളും കാണാം. ഒരു 360 ഡിഗ്രിയിൽ ഇങ്ങനെ മൊത്തം കാണാം. അത് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. ശരിക്കും വരണമെങ്കിൽ ഒന്നെങ്കിൽ ഏർലി മോർണിംഗ് വരണം, അതാണ് ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം അപ്പോഴുള്ള കാലാവസ്ഥ, വെയിൽ വന്നു കഴിഞ്ഞാൽ ചൂട് കൂടുതലാണ്. മീൻസ് കാലാവസ്ഥ തണുപ്പാണെങ്കിലും വെയിലടിക്കുമ്പോൾ ചൂട് ഇങ്ങനെ കൂടുതലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വിയർക്കാനും ടയർഡാവാനും ചാൻസ് ഉണ്ട്. കാലത്തേക്ക് എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി എപ്പോഴെങ്കിലും എന്തെങ്കിലും ഇതുപോലത്തെ ട്രാവൽ ചെയ്യുമ്പോൾ, ഏതെങ്കിലും മലകൾ കയറാൻ പോകുമ്പോൾ പുതിയ വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ.